നിരവധി രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് ശേഷം, വിജയപരാജയങ്ങൾക്ക് ശേഷം, രാഷ്ട്രീയ കൂറുമാറലുകൾക്ക് ശേഷം നിയമസഭ ചേരുകയാണ്. നിയമസഭയിൽ ഇക്കുറി ഏതൊക്കെ വിഷയങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതായത് ഒന്ന്, ഏറ്റവും പ്രധാനമായി IC ബാലകൃഷ്ണനെതിരായി ഉണ്ടായിട്ടുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റ ആരോപണം. അത് ശക്തമായ രീതിയിൽ തന്നെ സഭയിൽ ഉന്നയിക്കുവാൻ തന്നെയായിരിക്കും ഇടതുപക്ഷത്തിന്റെ തീരുമാനം. കൂടാതെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന്, ആലത്തൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിച്ചു വന്ന MLA-മാരെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങൾ ഒരു പുതുമുഖങ്ങൾ എന്ന രീതിയിൽ അവിടെ ഉന്നയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ തീവ്രമേറിയതായിരിക്കാം. കൂടാതെ KFC-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുകയുണ്ടായി. ആ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ മന്ത്രിമാരും MLA-മാരും എല്ലാം മറുപടി നൽകേണ്ടതായി വരും. അത്തരത്തിലുള്ള ചോദ്യസ്വരങ്ങൾ ഇക്കുറി നിയമസഭയിൽ ഉയർന്നു കേൾക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുവാൻ പോകുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സഭയ്ക്കുള്ളിൽ ഇക്കുറി വരുന്നത് 3 പ്രധാനപ്പെട്ട പുതുമുഖങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പാലക്കാട് നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പാലക്കാട്ടെ UDF-ന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിക്കൊണ്ട് 18,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടം. മറ്റൊന്ന്, ചേലക്കര ഇടതുപക്ഷത്തിന്റെ മണ്ണാണ് എന്ന് വീണ്ടും അടിവരയിട്ടുറപ്പിച്ച, ചേലക്കരയിൽ ഒരു തവണ MLA ആയിരുന്ന, വീണ്ടും അവിടെ മത്സരിച്ച R രാധാകൃഷ്ണന് പകരക്കാരനായി എത്തിയ UR പ്രദീപിന്റെ വിജയ കാഹളത്തിന്റെ മറ്റൊരു മുഖമായിരിക്കും പുതുമുഖമായി എത്തുന്ന UR പ്രദീപ് ഇക്കുറി സഭയിൽ മുഴക്കുവാൻ പോകുന്നത്. മറ്റൊന്ന്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം കേരളത്തിലേക്ക് ഗവർണറായി എത്തിയ രാജേന്ദ്ര ആർലേക്കർ സഭയ്ക്കുള്ളിലേക്ക് എത്തുന്ന ആദ്യ സമ്മേളനം. അത്തരത്തിൽ പുതുമുഖങ്ങൾ 3 പേരാണ് ഇക്കുറി സഭയ്ക്കുള്ളിൽ ഉണ്ടാകുക. മാർച്ച് 28 വരെ നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രശ്നം ഉരുത്തിരിയുവാനുള്ള സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുത്തുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുവാൻ പോകുന്ന സർക്കാർ വിരുദ്ധ ആരോപണങ്ങളെ, KFC അടക്കമുള്ള ആരോപണങ്ങളെ, വനബില്ലടക്കമുള്ള കാര്യങ്ങളെ, കൂടാതെ മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ആരോപണങ്ങളുടെ സ്വരങ്ങൾ നെയ്യുമ്പോൾ അതിനെതിരെ പ്രതിരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി സർക്കാർ ഉപയോഗിക്കുവാൻ പോകുന്നത് വയനാട്ടിലെ IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരിക്കും. IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ കോലാഹലം തന്നെ ഇന്ന് സഭയിൽ നടക്കുവാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ 3 പുതുമുഖങ്ങൾ വരുന്നു. അതിനോടൊപ്പം തന്നെ അൻവർ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം തന്നെയാണ് സഭയ്ക്കുള്ളിൽ. ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായി വരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തെറ്റിപ്പിരിഞ്ഞ് ഇടതുപക്ഷത്തിൽ നിന്ന് പോവുകയും PCC-ക്കെതിരായും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായും ഇടതുപക്ഷത്തിനെതിരായും എല്ലാം രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായി ഉന്നയിച്ച ആരോപണത്തിന്റെ പ്രധാനപ്പെട്ട മൂലകാരണമായി നിന്നത് PCC-ആണെന്നും PCC പറഞ്ഞതിന് പ്രകാരമാണ് അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചതെന്നും അതിൽ ഖേദമുണ്ടെന്നും മാപ്പപേക്ഷിക്കുകയും ഒക്കെ ചെയ്ത രാഷ്ട്രീയ കൂറുമാറ്റത്തിന്റെയും രാഷ്ട്രീയ ചുവടുമാറ്റത്തിന്റെയും രാഷ്ട്രീയ തന്ത്രത്തിന്റെയും ഒക്കെ പല മുഖങ്ങൾ ഏടുകളൊക്കെ ഇക്കുറി നിയമസഭയിൽ ഉയർന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നു. UDF-ന് നിരുപാധികം പിന്തുണ അർപ്പിക്കുന്നു. PV അൻവർ ഇല്ലാത്ത ഒരു സഭ, പുതുമുഖങ്ങളായി രാജേന്ദ്ര ആർലേക്കറും ഒപ്പം രാഹുൽ മാങ്കൂട്ടവും UR പ്രദീപും എത്തുന്ന നിയമസഭാ സമ്മേളനം. അങ്ങനെ പ്രത്യേകതകൾ ഏറെയാണ്. 3 പുതുമുഖങ്ങൾ, ഒരാൾ ഇല്ലാത്ത സഭ, നിലമ്പൂരിന്റെ പ്രതിനിധിയായുള്ള MLA ഇല്ലാത്ത സഭ, കൂടാതെ രാഷ്ട്രീയ കോലാഹലങ്ങൾ നിലവിൽ നടക്കുവാൻ പോകുന്നു. ഒരു MLA, അതായത് IC ബാലകൃഷ്ണൻ നിന്ന് സഭയിൽ എത്താൻ സാധ്യത വളരെ കുറവാണ്, എത്തുക തന്നെ ഇല്ല എന്ന് പറയാം. അങ്ങനെ ഒരു MLA മുങ്ങി നടക്കുന്ന ഒരു നിയമസഭാ സമ്മേളനം, അത്തരത്തിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമാണ് നടക്കുവാൻ പോകുന്നത്.